കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി. നിയന്ത്രണമില്ലാതെ കാട്ടുപന്നിയെ വേട്ടയാടാൻ അനുവദിക്കില്ല. പൌരന്മാർക്ക് അനിയന്ത്രിത അനുമതി നൽകിയാൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവുമായി വനമന്ത്രി ശശീന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ വെടിവെക്കാൻ പൗരന്മാർക്ക് അനുവാദം നൽകുന്നത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാൻ ഇടയുണ്ട് എന്ന സന്ദേഹമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ അടിയന്തര പരിഹാരം എന്നുള്ള നിലയിൽ എന്ത് സഹായമാണ് ഈ കാര്യത്തിൽ ചെയ്തു തരാനാവുക എന്ന ഒരു വാഗ്ദാനമാണ്, പരിശോധിക്കാമെന്ന വാഗ്ദാനമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. കേരളത്തിന് മറ്റ് സഹായങ്ങൾ നൽകാമെന്നാണ് കേന്ദ്ര നിലപാട്. വിവരങ്ങളുമായി KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഏതായാലും ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ച് വകവരുത്താനുള്ള ആവശ്യം തള്ളിയിരിക്കുന്നു. പക്ഷേ അടിയന്തരമായി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രം തയ്യാറുമാണ്. എന്തൊക്കെയാണത്? എന്താണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, എന്തൊക്കെയാണ് അടിയന്തരമായി ചെയ്യാൻ പറ്റുന്നവ എന്നിവ ഇന്ന് പരിശോധിച്ച് തന്നെ പഠിച്ചതിന് ശേഷം നിലപാട് സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വന്യജീവികൾ വനത്തിൽ തന്നെ തുടരുന്ന സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ വനയോ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലെ വ്യാപകമായി ഈ കൃഷി നശിപ്പിക്കുന്ന തരത്തിൽ കാട്ടുപന്നികളുടെ ഉപദ്രവം ഉണ്ടാകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അതിനെ കേരളത്തിന് വേണ്ട എന്ത് സഹായവും നൽകാം എന്നാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുള്ള മറുപടി. അതിനപ്പുറത്തേക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാതെ കാട്ടുപന്നിയെ വെടിവെക്കുകയോ അല്ലെങ്കിൽ വേട്ടയാടുകയോ ചെയ്യുന്നതിനുള്ള അവസരം നൽകിയാൽ അത് വ്യാപകമായ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടും എന്ന ആശങ്ക തന്നെയാണ് സംസ്ഥാന വനമന്ത്രി AK ശശീന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക എന്നത് സാധ്യമല്ല എന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെടെ വനമേഖലകളിൽ അടക്കം സന്ദർശനം നടത്തുവാൻ കേരളത്തിലേക്ക് എത്തുന്നതിന് വനമന്ത്രി തയ്യാറായിട്ടുണ്ട്. ഈ സന്ദർശനത്തിൽ ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഈ വിഷയത്തെ എങ്ങനെ നേരിടാം എന്നുകൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഇതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഗോപികൃഷ്ണൻ. ശരി.